കലാഭവൻ്റെ മ്യൂസ് പരേഡ് ഇങ്ങനെ നടക്കുന്ന കാലത്ത് അൻസാർ അതിനു മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചു, അരവിന്ദൻ്റെ പോക്കുവെയിൽ എന്ന സിനിമയിൽ, ബാലേന്ദ്ര ചുള്ളിക്കാട് നായകനായിട്ടുള്ള. അതുപോലെ സൈനുദ്ദീൻ ചാപ്പ, പി എ ബക്കറിൻ്റെ ചാപ്പയിൽ അഭിനയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സൈനുദ്ദീൻ പറഞ്ഞു, എടാ എൻ്റെ ഒരു കൂട്ടുകാരൻ കൊച്ചിക്കാരൻ ഷെരീഫും ബാബുവും സിനിമ ചെയ്യുന്നുണ്ട്, എനിക്ക് ഞാനൊരു വേഷം പറഞ്ഞിട്ടുണ്ട്, ചെയ്യാം. ഞാൻ ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് ഞാനും ജയറാമും സൈനുദ്ദീനും നാരായണൻകുട്ടിയും പ്രസാദും ഒക്കെയാണ് കലാഭവൻ്റെ ട്രൂപ്പിൽ കളിക്കുന്നത്. അങ്ങനെ ആ ദിവസം വന്നു, എനിക്ക് കോള് വന്നു, ഇങ്ങനെ പാലക്കാട് എത്തണം ഇന്ന ദിവസം, ഒരു ഒക്ടോബർ മാസമാണ് പാലക്കാട് ഷൂട്ടിംഗ്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റൊക്കെ തന്നു. അങ്ങനെ ആ ദിവസം കലാഭവനിൽ റിഹേഴ്സലുള്ള ദിവസമാണ് മ്യൂസ് പറയുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പെട്ടിയൊക്കെ ഇട്ടിറങ്ങി രാവിലെ അവിടെ വന്നു. എല്ലാവർക്കും സന്തോഷമുണ്ട്, ഒരാൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകണം ഞങ്ങളുടെ ഗ്രൂപ്പിൽ. വേഷം എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ വൈകിട്ട് പറഞ്ഞ ട്രെയിനിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കൂട്ടുകാരൊക്കെ സൈനുദ്ദീനും ജയറാമും പ്രസാദും ഒക്കെ കൂടെ വന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞാൽ അവിടെ വന്ന് ഞാൻ നിന്നു. അവിടെ അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു കവർ തന്നു എൻ്റെ അടുത്തൊരു ടെക്സ്റ്റൈൽ കവർ, നല്ല കനമുള്ളൊരു കവറാണ്. ആ കവർ വന്നിട്ട് പറഞ്ഞു, ഇത് അവിടെ എത്തുമ്പോൾ പ്രൊഡക്ഷൻ മാനേജർ ശിവരാമനുണ്ടാവും, അവിടെയാണ് അയാൾക്ക് കൊടുക്കാനുള്ള, അയാൾക്ക് കൊടുത്താൽ ഇവരൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വളരെ ഇത്തിരി കനം ഉള്ളൊരു ഇതാണ്. കവറായിട്ട് ട്രെയിനിൽ കയറുന്നു, എല്ലാവർക്കും യാത്ര പറഞ്ഞിങ്ങനെ പോയി. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ട്രെയിനിലിരുന്ന് ആലോചന, എങ്ങനെ അഭിനയം എങ്ങനെയായിരിക്കും, ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു, ഒരു പിടിയില്ല. എന്നാലും ദേവനാണ് നായകനെന്ന് എനിക്കറിയാം സിനിമയിൽ. അങ്ങനെ പാലക്കാട് ട്രെയിൻ നിൽക്കുന്നു ഒലവക്കോട് ജംഗ്ഷനിൽ. ഞാൻ എൻ്റെ പെട്ടിയും ഈ കിറ്റുമായിട്ട് ഇറങ്ങുന്നു. ഇറങ്ങലും പെട്ടെന്ന് സ്പീഡിൽ ഏതൊരു പോർട്ടർ സ്പീഡിൽ ഓടിയതാണ്, കൈ തട്ടിയിട്ട് ഈ സാധനം തെറിച്ചങ്ങോട്ട് പോയി. തെറിച്ച് പോയി, പെട്ടെന്ന് തെറിച്ച് വീണ ശബ്ദം. ഞാൻ ഓടിയാൽ ചെല്ലുമ്പോഴേക്കും നിറച്ച് വെള്ളം, മദ്യത്തിൻ്റെ മണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ മദ്യക്കുപ്പിയാണെന്ന് മനസ്സിലായി. ആൾക്കാരൊക്കെ ഒരു പരിഹാസത്തോടെ തന്നെ നോക്കുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ അതെങ്ങനെ എടുത്ത് വേസ്റ്റ് ഇതിലോട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിപ്പോൾ എന്ത് പറയുമെന്ന് ആകെ ടെൻഷനായി. കുറേ നേരം അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ ദേവപ്രഭ ഹോട്ടലിൽ എത്തി, റിസപ്ഷനിലെത്തി. അപ്പോൾ റൂം പറഞ്ഞിട്ടുണ്ട്. റൂമിൽ അപ്പോൾ ഈ മാനേജർ പറഞ്ഞ ഈ ശിവരാമൻ വന്നിട്ട് ചോദിച്ച്, നിങ്ങളുടെ അടുത്തൊരു ഇത് ഏൽപ്പിച്ചിരുന്നില്ല ഒരാൾ അവിടുന്ന്, അതെവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് പോട്ട് എന്ത് കുറേ എന്നെ കുറേ ഫയർ ചെയ്തു. കാരണം ഞാനൊരു എന്നൊക്കെ അറിയണമെന്നും വളരെ പുതിയ ആളല്ലേ. ഞാനും ആ സങ്കടത്തിൽ അങ്ങനെ റൂമിൽ പോയി. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോടും ഷെയർ ചെയ്യാനോ ആരുമില്ല, എന്ത് പറയണമെന്നറിയില്ല. അങ്ങനെ ഞാൻ രാത്രി പിന്നെ ഒരു വലിയ ബഹളം കേൾക്കാൻ, പിറ്റേ ദിവസം ഷൂട്ടുണ്ട്. രാത്രി ബഹളം കേട്ട് നോക്കുമ്പോൾ മലയാളത്തിലെ വളരെ പ്രശസ്തനായ നടൻ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പുള്ളി ഷൗട്ട് ചെയ്യണേ ഈ കോറിഡോറിൽ ഇട്ടിട്ട് കൺട്രോളറെ. അവനത് മാറ്റിക്കണം, അല്ലെങ്കിൽ അവനവൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തതാണ്. പക്ഷേ ഇനി എവിടെ സ്കോച്ച് കിട്ടാനാ, മറ്റേ മറിച്ചെന്ന് ഭയങ്കര തെറി ബഹളവും. ഞാൻ ആ രാത്രി ഉറങ്ങിയില്ല. അങ്ങനെ പിറ്റേ ദിവസം വന്ന് മുട്ടുന്നു, റെഡിയാകാൻ പറയുന്നു. ഞാൻ റെഡിയാകുന്നു, വണ്ടിയിൽ കയറി ഷൂട്ടിങ്ങിന് ചെല്ലുന്നു. അപ്പോൾ ഈ ആ നടനില്ല അവിടെ. ചെല്ലുമ്പോൾ ദേവേട്ടനുമുണ്ട്, ക്യാമറാമാനും ഒക്കെ ഡയറക്ടറും ഒക്കെ ഉണ്ട്. ഞാൻ ഈ ടെൻഷനിലാണ്, ഇനി വലിയ പ്രശ്നമായി. ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു ക്യാരക്ടറൊക്കെ പറഞ്ഞു തന്നു അസോസിയേറ്റ്. ഇങ്ങനെ ഒരു കോളേജിലെ സ്റ്റുഡൻ്റായിട്ടാണ്, ദേവേട്ടനും സ്റ്റുഡൻ്റാണ്. ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ എടുക്കാൻ പോകുന്നത് ഞങ്ങൾ തമ്മിൽ ഉടക്കുന്നൊരു സംഭവമാണ്. കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കാണ് ഇന്നലത്തെ പ്രശ്നത്തിൻ്റെ ടെൻഷൻ, പിന്നെ അഭിനയിക്കാൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കണമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ദേവേട്ടൻ്റെ സമ്മാനിപ്പ്, ഞാൻ ദേവേട്ടനെ പരിചയപ്പെട്ടു, ഞാനിങ്ങനെ കലാഭവനിലെ ആർട്ടിസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. എന്തിനാ പറയുകയാണ്, നമ്മൾ പറയുന്ന സംഭവം വളരെ കൂളായിട്ട് ചെയ്യാറ്, അമ്മ ഒന്നും ഒരു വിഷമം വേണ്ടെന്ന് പറയും. അങ്ങനെ ആദ്യമായിട്ട് റെഡിയാകുന്നു, റിഹേഴ്സലിടുന്നു, കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ടു, ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ റിഹേഴ്സൽ നടക്കുന്നു. ഞങ്ങൾ തമ്മിൽ നടക്കുന്നു. ഷർട്ടിന് ദേവേട്ടനെ കുത്തിപ്പിടിക്കണ ഷോട്ട് വരെയാണ് പോകുന്നത്. എങ്കിൽ നമുക്ക് ടേക്കിലോട്ട് വന്നു പറഞ്ഞ് റിഹേഴ്സൽ 2-3 പ്രാവശ്യം എടുത്ത് ഓക്കെ ആയി. ടേക്കിലോട്ട് വന്ന് ഇങ്ങനെ ടേക്ക് പറയലും വെട്ടുന്നൊരു ഭയങ്കര ബഹളമാണ്. കുറേ ആൾക്കാർ ഓടി വരികയാണ് വിക്ടോറിയ കോളേജിൻ്റെ ഗേറ്റ് കിടന്നകത്തോട്ട്.
ഇന്ന് ഞാൻ എൻ്റെ മനസ്സിലേക്കാണ് ഷോട്ട്. ഓടി വരുന്നു, അതിൽ കുറേ കതറിട്ട ആൾക്കാരുണ്ട്, എല്ലാ പ്രായക്കാരുണ്ട്. ഓടി വന്ന് ഷൂട്ടിംഗ് നടത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എന്താ പ്രശ്നം, നടത്താൻ പറ്റില്ല, നിർത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാൾ കയറിയിട്ട് വന്നിട്ട് പറഞ്ഞു ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്തോ, അവർക്കില്ല. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. ആ ഷൂട്ടിംഗ് അവിടെ നിന്നു. ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ആ സിനിമയുടെ ഷൂട്ടാണെന്നൊന്നും എനിക്കറിയില്ല. അന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോന്നു. പിന്നെ അതിനെക്കുറിച്ച് ആരും എന്നെ വിളിച്ചുമില്ല, എന്തായെന്നും അറിയില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സിനിമാ അനുഭവം. ഞാൻ അഭിനയിച്ച ഒരു സിനിമ ആദ്യമായിട്ട് റിലീസാകുന്നത് 1 മുതൽ 0 വരെയാണ്. ആ സിനിമയിലേക്ക് ഞാൻ എത്താനുള്ള കാരണവും സൈനുദ്ദീനുണ്ട്. അതിൽ സൈനുദ്ദീൻ ആ സിനിമയുടെ സഹസംവിധായകനായിരുന്നു. 1 മുതൽ 0 വരെയുടെ രഘുനാഥ് പലേരി സംവിധാനം ചെയ്ത നവോദയയുടെ സിനിമ. അതിൻ്റെ അസോസിയേറ്റ് രാജീവ് കുമാറായിരുന്നു. അപ്പോൾ ഈ രാജീവായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് അതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ രാജീവ് സൈനുദ്ദീനായിട്ട് ആലോചിച്ചിട്ട് ഈ വേഷം നമുക്ക് റഹ്മാനെ വിളിച്ചാലോ, അങ്ങനെ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ ചെല്ലുന്നു. എൻ്റെ നാട്ടിൽ തന്നെ ലൊക്കേഷൻ ആലുവ പാലസ്, അവിടെയാണ് ലൊക്കേഷൻ. ഒരു ഐസ്ക്രീം പാർലറിലെ ഒരു വെയിറ്ററായിട്ടാണ്. അതിൽ നായിക ആശാ ജയറാമും ശാരിയും ഒരു പയ്യനെ കാണാൻ വേണ്ടി വരുന്നത്. പയ്യൻ മുകേഷാണ്. അപ്പോൾ ഇവരൊന്ന് ആദ്യം ടേബിളിൽ ഇരുന്നിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഒരു വെയിറ്ററാണ്. ഞാനിങ്ങനെ ഒരു കൗണ്ടറിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തേക്കുന്നത്. രാമേന്ദ്ര ബാബു ക്യാമറ, ഐസ്ക്രീം പാർലറിൻ്റെ ഈ കൗണ്ടറിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരണം. അതായത് പൊങ്ങി വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കാനാണ് പറയുന്നത് രഘുനാഥ് പലേരി. അപ്പോൾ ഞാനിങ്ങനെ വന്നു, ഇങ്ങനെ നോക്കുന്നു. 2-3 പ്രാവശ്യം എടുത്തിട്ട് ശരിയായില്ല. അപ്പോൾ പെട്ടെന്ന് ഒരാൾ മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തി, ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും തലയിലൊരു കർച്ചീഫൊക്കെ വെച്ചിട്ട്, അതാകുമ്പോൾ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ടെൻഷൻ അടിക്കണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഇതിങ്ങനെ വന്നായി. ജസ്റ്റ് ഒറ്റ പ്രാവശ്യം അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നുള്ളൂ. ഞാൻ വന്നിട്ട് ശരി തന്നെ പറഞ്ഞു, ഞാൻ വന്നു കാണിക്കും, ആക്ഷൻ പറയുന്നു, ഞാൻ കാണിക്കുന്നു. കറക്റ്റായി. ഞാൻ മറക്കില്ല ആ ഷോട്ട് ഫസ്റ്റ് കാണിച്ചു തന്ന കാര്യം. അത് ജിജോണ്, മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത അത്ഭുതങ്ങൾ കാണിച്ച സംവിധായകൻ ജിജോയുടെ അവരുടെ സിനിമയാണല്ലോ അത്. അതിനുശേഷം ജിജോ എന്ന ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു മനുഷ്യനാണ് എനിക്ക് ജിജോ. ഒരുപാട് ഒറ്റ സിനിമ വരെ, പടയോട്ടം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്രയോ നല്ല സിനിമകൾ മലയാളത്തിന് നൽകിയ ജിജോ. അങ്ങനെ സൈനുദ്ദീനായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതുപോലെ തന്നെ സൈനുദ്ദീനും ഞാനും പിന്നെ അബിയെ കൂടി ത്രൂ ഔട്ട് വേഷം ചെയ്ത സിനിമയാണ് നയം വ്യക്തമാക്കുന്നു. മദ്രാസിലും തിരുവനന്തപുരത്തൊക്കെ ആയിട്ട് ഒരു 40-45 ദിവസം ഷൂട്ട് ചെയ്ത ബാലചന്ദ്ര മേനോൻ മമ്മൂട്ടി ചിത്രം. അതിനിടയിൽ ഒരുപാട് തമാശകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ എല്ലാവർക്കും മുറിയുണ്ടെങ്കിൽ ഞങ്ങൾ മിക്കവാറും രാത്രി ഒരു മുറിയിലൊക്കെ ആയിരിക്കും ഞാനും സൈനു കിടക്കുക. അപ്പോൾ ഇങ്ങനെ ശങ്കരാടിച്ചേട്ടനുണ്ട്. അതിൽ ശങ്കരാടിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷനിൽ വന്ന് നമുക്കൊരു വീട്ടിലൊരു കാരണവർ വന്ന് നമ്മുടെ കൂടിയേക്കണ ഒരു മൂടാണ്. ശങ്കരാടിച്ചേട്ടൻ ബീഡിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എപ്പോഴും ബീഡി വലിച്ചുകൊണ്ടിരിക്കും പുള്ളി. അപ്പോൾ ശങ്കരാടിച്ചേട്ടൻ്റെ ബീഡി വലിയതിൽ തന്നെ കുറിച്ച് കഥയുണ്ട്. കാരണം എല്ലാവരും ബീഡി ഇങ്ങനെ വലിക്കുമ്പോൾ ശങ്കരാടിച്ചേട്ടൻ ബീഡിയും കുടിച്ച് ശങ്കരാടിച്ചേട്ടൻ ഇങ്ങനെ ബീഡിയായിട്ട് തൊട്ടയിലാണ്. അങ്ങനെ ഒരു കഥ പൊതുവെ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഈ ഗീതു ഹോട്ടലിൽ ട്രിവാൻഡ്രത്ത്, ഇത് അന്ന് ഷൂട്ടിങ്ങില്ല. അപ്പോൾ അതിൽ മമ്മൂട്ടിയുടെ മകനായിട്ട് അഭിനയിച്ച ചെറിയ പയ്യനുണ്ട്. ആ പയ്യനെ സൈനുദ്ദീൻ ഇങ്ങനെ മാജിക്ക് കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് ഈ പയ്യനും സൈനുദ്ദീൻ നിൽക്കുന്നുണ്ട്. ഞാനാ പുറത്ത് ഒരു കോമൺ സ്വിച്ച് ഉണ്ട്, അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ വിരല സ്വിച്ചിൻ്റെ അവിടെ. സൈനുദ്ദീൻ ഈ പയ്യനെ ഹൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാനിവിടെ ഓഫ് ചെയ്യും. പയ്യൻ ഞെട്ട് നിൽക്കും. കുറേ കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് വീണ്ടും സൈനുദ്ദീൻ ചില ആക്ഷനൊക്കെ ഇട്ട് തിരിയുമ്പോൾ ഞാനിവിടെ ഓൺ ചെയ്യും. അപ്പോൾ അവിടെ ലൈറ്റ് ഓണാവും. ഇങ്ങനെ ഈ പയ്യൻ വരണ്ട് നിൽക്കണതൊക്കെ മാജിക് കണ്ടിട്ട് സമയത്ത് ശങ്കരാടിച്ചേട്ടൻ കയറി വന്നു. എന്താ ഇവിടെ പരിപാടി? അവർ നമ്മൾ സൈനു മാജിക് കാണിക്കുമോ? പിന്നെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ സൈനു അവിടെ അറിയപ്പെടുന്ന മജീഷ്യനായിരുന്നില്ല ഏട്ടാ. ആണോ, എനിക്കൊന്ന് കാണിക്കണമെന്ന് കാണട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ ഐറ്റം ശങ്കരാടിച്ചേട്ടനെ സൈനു കാണിക്കേ.
ചങ്ങടി ചേട്ടാ, ഞാൻ ഈ ചില പരിപാടികൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ ചില മാന്ത്രിക വിദ്യ കൊണ്ട് ഇല്ല ഈ ലൈറ്റ് മണി മൊത്തം ഓഫ് ചെയ്ത് കളയാമെന്ന് പറയും. അതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും മാജിക്കിൽ. അതൊക്കെ പറ്റും ചേട്ടാ ആണെന്ന് പറഞ്ഞ് ചേട്ടൻ വീഡിയോ ഒക്കെ വലിച്ച് അവിടെ വന്നിരുന്ന് അല്ലെങ്കിൽ നീ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞ് സൈനിൽ കുറേ എന്തോ പുതപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് പൊതിച്ചിട്ട് ഭയങ്കര ആക്ഷനിൽ ഭയങ്കര ഇതൊക്കെ വന്നിട്ട് സൈനിൽ കുറേ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കറക്റ്റ് അവിടെ ഓഫ് ചെയ്ത് ലൈറ്റ് പോയി. ശങ്കര അടിച്ചേട്ടാ അന്തം വിട്ടിരിക്കുക. അത് കൊള്ളാലോ അത്. അപ്പോൾ സൈൻ പറഞ്ഞു ഞാൻ ഈ മണി ഇത് വരുത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും സൈന്യത്തെയും കുറേ നമ്പറുകളും കുറേ മനുഷ്യനറിയാൻ പാടാത്ത ഭാഷയെ കൂടെയൊക്കെ പറഞ്ഞ് വീണ്ടും ആക്ഷനിലൂടെ ഒരു പർട്ടിക്കുലർ ആക്ഷൻ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഞാനവിടെ കറക്റ്റ് ഓൺ ചെയ്തു. അപ്പോൾ ലൈറ്റൊക്കെ വന്നു. എന്നാലും സൈൻ ഇത് പലതരം മാജിക് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ നിൻ്റെ ഈ മാജിക് ഉണ്ടല്ലോ ശങ്കരടിച്ചേട്ടൻ അന്തം വിട്ടിരിക്കണം. കാരണം മറക്കില്ല, കാരണം ഇത്രയും വലിയ ഒഴിവുള്ള വരെ എത്തേണ്ട വലിയ പ്രഗത്ഭനായ നടൻ സൈന്യത്തിൻ്റെ ഈ മണ്ടത്തരം കണ്ടിട്ട് കാണിച്ച ആ മുഖഭാവം എൻ്റെ ജീവിതത്തിലെ മറക്കൂല. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞാൻ ഈ മിമിസ് പരേഡിൽ ഏറ്റവും കൂടുതൽ അനുകരിച്ചിരുന്ന MG സോമനാണ്. സോമേട്ടനും ഞാനും തമ്മിൽ പിന്നെ ഒരു വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമയിലെ ആൾ MG സോമനായിരുന്നു. സോമേട്ടനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് ഞങ്ങളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കോട്ടയം നസീറും ബൈജു സന്തോഷും നായകന്മാരായിട്ട് അഭിനയിച്ചൊരു സിനിമ സ്റ്റാർ ക്യാമറ ആക്ഷൻ 95-ലാണെന്ന് തോന്നുന്നു. ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ഒരു 10-25 ദിവസം ഞങ്ങൾ കോഴിക്കോട് മഹാറാണിയിലുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തന്ന നിമിഷങ്ങളതൊക്കെ. നല്ല ഒരു സബ്ജക്റ്റ് വെച്ച് നല്ല സിനിമയായിരുന്നു അത്. പക്ഷേ ആ സിനിമ വെളിച്ചം കണ്ടില്ല. ഏകദേശം 25 ദിവസത്തോളം ഷൂട്ട്. അങ്ങനെ അന്ന് ഈ നസീർ ഈ എല്ലാ റൂമിലും കണക്റ്റഡായിട്ട് ഫോണുണ്ടാവുമല്ലോ. അപ്പോൾ നസീറിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരായ ടെക്നീഷ്യന്മാരെയും ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ചിട്ട് വേറെ പല നടന്മാരുടെയും ശബ്ദത്തിലൂടെ പറ്റിക്കും. അങ്ങനെ പല ആൾക്കാർക്കും അമളി പറ്റി. ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോൾ നോക്കിയാലും നസീറിൻ്റെ പരിപാടി ഇതായിരുന്നു. ഒരാൾക്കെങ്കിലും ഒരു ദിവസം പണി കൊടുത്തുകൊണ്ടിരിക്കും. കാരണം നസീർ കാണിക്കുന്ന ഒരു പെർഫെക്ഷൻ ഭയങ്കരമുള്ളൂ. അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ റൂമിൽ അന്ന് ഷൂട്ടില്ല, ഉച്ചക്ക് കിടന്നുറങ്ങുമ്പോൾ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ റഹ്മാൻ നീ എവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരാ? ഞാൻ സോമനാടാ, ഞാൻ ഇവിടെ ഉണ്ട്, നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന റൂമിലുണ്ട്, വരാം. ഞാൻ കട്ട് ചെയ്ത്. നസീർ വിളിച്ച് പറ്റിക്കണമെന്ന് നമുക്കറിയാമല്ലോ. അവിടെ വീണ്ടും വിളിച്ചു. നീ എന്താ കട്ട് ചെയ്തേ? വെറുതെ ഇരിക്കുന്ന നസീർ എന്നും പറഞ്ഞ് അങ്ങനെ തുരുതുര വിളിക്കും, കട്ട് ചെയ്യും. ഒരു 3-4 പ്രാവശ്യം വിളിച്ചു, കട്ട് ചെയ്തു. ഇടയ്ക്ക് ഞാൻ ചീത്തയും വിളിച്ചു നസീറിനെ. ഞാൻ ഉറങ്ങുകയാണ് നസീറെ, ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞ് ചീത്തയും വിളിച്ച് കട്ട് ചെയ്ത് ഞാൻ കിടന്നു. വീണ്ടും ഉറക്കത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെൽ. ചാടി എണീറ്റ് നോക്കി. വന്നു കഴിഞ്ഞപ്പോൾ സോമേട്ടൻ നിൽക്കണ് ഡോറിൽ. ഞാനാകെ എന്താ ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താ ഫോൺ കട്ട് ചെയ്യണേ? ഞാൻ പറഞ്ഞു സോമേട്ട അത് നീ ഒന്നും പറയണ്ട, ഞാൻ ആ റൂമിലുണ്ട്, നീ അങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു ഞാൻ വേഗം പെട്ടെന്ന് ഓടി പുറകെ ചെന്നപ്പോൾ സോമേട്ടൻ ഞാനാ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്തിനാ ഫോൺ കട്ട് ചെയ്യും? ഞാൻ പറഞ്ഞു ആ കോട്ടയം നസീർ ഇവിടെ ഉണ്ട്, കോട്ടയം നസീർ ഇങ്ങനെ എല്ലാ ദിവസവും പറ്റിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ സംഭവം എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഈ റിസപ്ഷനിൽ ഒന്ന് ചോദിച്ചത് അതൊക്കെ ആർട്ടിസ്റ്റ് ഉണ്ട് ചോദിച്ചപ്പോൾ നീ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കാരണം എനിക്ക് എന്ത് പറയണമെന്ന് പറ്റാത്തൊരവസ്ഥയായി. കാരണം സാക്ഷാൽ സോമേട്ടനാണ് ഞാൻ ചീത്ത വിളിച്ചത്. കലാഭവന് മ്യൂസ് പരേഡിൽ ഞങ്ങൾ 6 പേരും വ്യത്യസ്ത കോളേജുകളിൽ നിന്ന് മിമിക്രിക്കും മോണാക്ടിനും സമ്മാനം നേടിയവരായിരുന്നു. ഞാൻ കലാഭവനിൽ വന്നിട്ട് 10 വർഷം തുടർച്ചയായിട്ട് കലാഭവൻ മ്യൂസ് പരേഡിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റാണ്. ആദ്യം ട്രൂപ്പിൻ്റെ ലീഡർ അൻസാറും, പിന്നെ അൻസാർക്ക് ഇടയ്ക്ക് ബ്രേക്ക് വന്ന് കലാഭവനിൽ നിന്ന് മാറിയപ്പോഴേക്കും പ്രസാദ് ഇടയ്ക്ക് ബ്രേക്ക് വന്ന് മാറിയപ്പോഴൊക്കെ ഞാൻ കലാഭവനിൽ തന്നെ തുടർന്നു. എനിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷം കലാഭവനിൽ നിന്ന
മിമിക്ക് ഞാൻ തന്നെ ആയിരിക്കാം. ഞാൻ ഈ 10 വർഷത്തിനിടയിലാണ് ഒരുപാട് കലാകാരന്മാർ വരികയും പോവുകയൊക്കെ ചെയ്തത്. ഞങ്ങൾ 6 പേരിൽ ആദ്യം വർക്കിച്ചമ്പേട്ട പോയപ്പോൾ സൈനുദ്ദീൻ വന്നു, തുടർന്ന് എൻ എഫ് ഫറീസ് വന്നു. ഞങ്ങളങ്ങനെ 7 പേരും തമ്മിൽ ഒരുപാട് പ്രോഗ്രാം കളിച്ചു. എനിക്കൊണ്ട് 84-ലാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് കറുകുറ്റി, അങ്കമാലി അടുത്തുള്ള കറുകുറ്റിയിലൊരു പ്രോഗ്രാം കഴിഞ്ഞ് അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ചെറിയ വഴക്കുണ്ടായി ആർട്ടിസ്റ്റുകൾ തമ്മിൽ. അത് സിദ്ദീഖ് പോകാൻ കാരണമായി. അഭിലച്ചന് മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ, സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്തോ കാരണവശാൽ സിദ്ദീഖിന് പോകേണ്ടി വന്നു. അങ്ങനെ സിദ്ദീഖിന് പകരക്കാരനായിട്ട് വന്ന ഒരു ആർട്ടിസ്റ്റാണ് അശോകൻ. ആ അശോകനാണ് പിന്നെ ഹരിശ്രീ അശോകനായിട്ട് മാറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും പരേഡ് തുടർന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ലാല് പോയി. സമയത്ത് നമുക്കറിയില്ല, ആ സമയത്തൊക്കെ അവരപ്പുറം ഹരിശ്രീ എന്ന ഒരു ട്രൂപ്പ് ഫോം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കാരണം ഇവിടുന്ന് പോയ എൻ എഫ് ഉണ്ട്, സിദ്ദീഖ് ഉണ്ട്, പിന്നെ അവിടുത്തെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. ലാലുമണി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ട്രൂപ്പ് ഫോം ചെയ്തു. ഈ ലാലുമണിയും പോയപ്പോൾ അഭിലച്ചന് അങ്ങനെ എന്തോ ഒരു കാര്യങ്ങൾ വന്നാലൊന്നും കുലുങ്ങുന്ന ആളൊന്നുമല്ല. അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോൾ ലാലിൻ്റെ ഐറ്റം കളിക്കാൻ പറ്റിയ, ലാലു ഒരുപാട് ഐറ്റം പ്രധാനമായിട്ട് കളിച്ചിരുന്ന ആളാണ്. സ്കിറ്റും സൗണ്ടും ഒക്കെ ചെയ്യുന്ന ആളാണ് ലാല്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ശങ്കര കോളേജിൽ പോയപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ആ പ്രോഗ്രാം ഒരുത്തനില്ലേ, ഒരു പെരുമ്പാവൂർക്കാരൻ, അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചാലോ നമുക്ക്, ലാലിന് പകരം. റഹ്മാൻ അറിയാമല്ലോ അയാൾ. ഞാൻ പറഞ്ഞു എനിക്കറിയാം. അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞങ്ങൾ പല കോളേജുകളിലും കലാഭവന മ്യൂസിക് പരേഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കാലടി സി ശങ്കര കോളേജ് ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി അവിടെ ചെല്ലണം. ഞങ്ങളുടെ ടെമ്പോ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നടക്കുക. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് പരിചയമുള്ള തമാശകൾ പോലെ തോന്നി. പെട്ടെന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 6 പേര് കൂടി കളിക്കുന്ന മൊത്തം ഐറ്റം ഒരാൾ നിന്നിട്ട് ഒറ്റക്ക് അവതരിപ്പിക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് എന്ത് എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഇവിടുത്തെ വിദ്യാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞു. എന്ത് വിദ്യാർത്ഥിയാണ്, ഈ പരിപാടി നിർത്തണമല്ലോ, പിന്നെ ഞങ്ങൾ വന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ആ പരിപാടി നിർത്തിച്ചു. കുറച്ചു നേരം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര പെർഫെക്ഷനാണ് ഇദ്ദേഹം ചെയ്യുന്ന, ഈ വിദ്യാർത്ഥി ചെയ്യുന്ന ഓരോ ഐറ്റത്തിനും. അങ്ങനെ ഇയാളെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇയാളന്ന് കൂടുതൽ കാണിച്ചതും ലാലിൻ്റെ ഐറ്റംസാണ്. ലാൽ ചെയ്യുന്ന ഇനങ്ങളാണ് കൂടുതൽ കാണിച്ചത്. അങ്ങനെ അത് അവിടെ നിർത്തിച്ച് പിന്നെ ഞാൻ ഇവനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ആരാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ സംഭവം ഞങ്ങൾ കലാഭവനിലോ എന്ന് പറഞ്ഞു അഭിലച്ചൻ്റെ അടുത്ത്. അച്ഛൻ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവൻ മിടുക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ലാല് കലാഭവനിൽ നിന്ന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന പറഞ്ഞപ്പോൾ അഭിലച്ചൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാൾക്ക് ഇപ്പോൾ ഒരു പകരക്കാരൻ വേണമല്ലോ റഹ്മാനെ. അപ്പോൾ ഒരു പണി, താൻ അന്ന് പറഞ്ഞ് നിങ്ങൾ ശങ്കര കോളേജിൽ പോയപ്പോൾ ഒരുത്തന്നെ ഒറ്റയ്ക്ക് കാണിച്ചെന്ന് പറഞ്ഞില്ല, അവനെ വിളിക്കാം അല്ലേ? അവനെ വിളിക്കാം, അവനെ പരിചയമുണ്ട്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയനാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പെരുമ്പാവൂർക്ക് പോവാണ്. അന്ന് എനിക്ക് SD ബൈക്കാണ്. ഞാൻ ആ ബൈക്കിൽ ജയറാമാണ് വിദ്യാർത്ഥി. ജയറാമിൻ്റെ വീട്ടിലെത്താൻ എനിക്ക് എളുപ്പമായിരുന്നു. ജയറാമിൻ്റെ ചേട്ടനുണ്ട് വെങ്കിട്ടരാമൻ, വെങ്കിടിയെന്ന് വിളിക്കും ഞങ്ങളൊക്കെ. ന്യൂസിലൻഡ് സീനിയറായിട്ട് പഠിച്ച ആളാണ്. എൻ്റെ സീനിയറായിരുന്നു, വലിയ സൗഹൃദമായിരുന്നു, ഭയങ്കര രസികനായിരുന്നു. ഇന്നിപ്പോൾ വെങ്കിടി നമ്മുടെ കൂടെ ഇല്ല. അങ്ങനെ വെങ്കിടിയുടെ വീട്ടിൽ ചെന്ന് വെങ്കിടി ഇല്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജയറാമിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് തന്നെ അറിയാം. അങ്ങനെ പറഞ്ഞു, അവൻ ട്യൂഷന് പോയിരിക്കണല്ലോ. അപ്പോൾ പറഞ്ഞു എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. ഞാനങ്ങനെ നേരെ ട്യൂഷൻ സെൻ്ററിൻ്റെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജയറാം അവിടെ നിന്ന് ഇറങ്ങണം ട്യൂഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്താ ഞാൻ പറഞ്ഞിങ്ങനെ ജയറാമിനെ കാണാൻ വേണ്ടി വന്നതാണ്, അങ്ങനെ കലാഭവനിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. എന്നെ ആണോ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ലാല് പോയി, അപ്പോൾ ലാലിന് പകരക്കാരനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അയ്യോ അതിനെന്താ എപ്പോൾ എന്നൊന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം എന്നോട് പറയണ്ട. അപ്പോൾ ഞാൻ ചെന്നേക്കണ രാവിലെ 9 മണിക്കാണ്. ഒരു 4 മണിയാകുമ്പോൾ ജയറാമിന് കലാഭവൻ അറിയാമോ? അറിയാം. ടൗൺ ഹാളിൻ്റെ പുറകിൽ സൈഡിലായിട്ട് അവിടെ ഒരു പെട്ടിക്കരുണ്ട്, അവിടെ വന്നതുകൊണ്ട് ഞാൻ അവിടെ വരാം 4 മണിക്കുണ്ട്. നമുക്ക് ഒന്നിച്ച് അഭിലച്ചനാണ് പരിചയപ്പെടുത്താം. അഭിലച്ചൻ ഉച്ചക്കൊരു ഉറക്കം കഴിഞ്ഞിട്ട് റൂമിൽ കൊണ്ട് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു.
ഞാൻ വൈകിട്ട് ഒരു 4 മണിക്ക് ചെല്ലുമ്പോൾ ജയറാം അവിടെ ഉണ്ട്. ജയറാം ഇങ്ങനെ വേർത്ത് കുളിച്ചേക്കുക. ജയറാം വളരെ നേരത്തെ വന്നു. കാരണം ട്രൂപ്പിൽ കയറാനുള്ള അന്നൊക്കെ ഒരു മിമിക്രിക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കലാഭവനിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ജയറാമായിട്ട് ചായ കുടിച്ച് അങ്ങനെ വന്ന് ഓഫീസിലെത്തിയപ്പോൾ അച്ഛനുണ്ട്. അച്ഛനെ കൊണ്ട് പരിചയപ്പെടുത്തി, ഇതാണ് ആളെന്ന് പറഞ്ഞു. ആ എങ്കിൽ നോക്കിക്കോ, റിഹേഴ്സൽ നോക്കിക്കോ, ഉറപ്പിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ജയറാമിൻ്റെ എൻട്രി കലാഭവനിലോട്ട്. ആ ജയറാമും ഞാനും സൈനുദ്ദീനും നാരായണൻകുട്ടിയും പ്രസാദും രവിയുമായിട്ടുള്ള ഒരു യാത്രയുണ്ട്. പിന്നെ അതാണ് കലാഭവൻ്റെ മ്യൂസിക് പരേഡിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം ശരിക്കും. ജയറാം ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര സന്തോഷ വാർത്തയുണ്ടാ. ഇതെന്ത് പറ്റി, എന്താണ്? ആരുടെ അടുത്തും പറയണം, നമ്മൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ എനിക്കൊരു സിനിമാ അവസരം വന്നിട്ടുണ്ട്, ഏറ്റവും വലിയ അവസരമാണ്. ഞാൻ ചോദിച്ചാൽ ആരാ, എന്താ? പത്മനാഭ സാറിൻ്റെ സിനിമയിൽ വിളിച്ചിരിക്കുന്നു പുതിയ പടത്തിലോട്ട്. ഞാൻ സാറിനെ പോയി കണ്ടു, ഏകദേശം കൺഫേംഡാണ്, സമയമെടുക്കും, അപ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു.